കുറച്ചധികം കാലമായിട്ട് പോകണമെന്ന് ആഗ്രഹമുള്ള സ്ഥലമായിരുന്നു ഈ ഗോൾഡ് സൂക്ക്. ആൻഡ് ഫൈനലി ഇവിടേക്ക് മെട്രോയിൽ നമുക്ക് ആക്സസ് ഉണ്ട്. അതായത് റെഡ് മെട്രോന്ന് നമ്മൾ ഗ്രീൻ മെട്രോയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ എത്തും. ഗോൾഡ് സൂക്ക് എന്ന് തന്നെയാണ് ഇതിൻ്റെ മെട്രോ സ്റ്റേഷൻ്റെ പേര്. അവിടെ ഇറങ്ങി ഒരു 10-15 മിനിറ്റ്, ഒരു 10 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ആൻഡ് എക്സിറ്റ് 3 ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമാണ്. ആദ്യം ഞങ്ങൾ എക്സിറ്റ് 1 ഇറങ്ങി, എന്നിട്ട് അന്തം വിട്ട് കുന്തം വിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. നിറച്ച് മലയാളികളുള്ള കാരണം വാതോർന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ആൻസേഴ്സ് എങ്ങോട്ടാണ് പോകുന്നത്. ഈ ഗോൾഡ് സൂക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായിൽ ഇറ്റ്സ് ലൈക്ക് പണ്ടത്തെ തൃശ്ശൂരിൽ അങ്ങനെയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ലെങ്കിലും. അതായത് പെട്ടിക്കട പോലെ ഇങ്ങനെ കുറേ ഗോൾഡിൻ്റെ ഷോപ്സ്, മീൻ വിൽക്കാൻ വെച്ചേക്കുന്ന പോലെ ഇങ്ങനെ അടുത്തടുത്ത് ഷോപ്സ് ഉണ്ടാവില്ലേ, അതുപോലത്തെ ഒരു സങ്കല്പമാണ്. ആൻഡ് കാണാൻ നല്ല രസമാണ്, ഗോൾഡ് ആണല്ലോ. ആൻഡ് ഞങ്ങൾ ആദ്യമൊന്നും കയറിയില്ല. പിന്നെ നമ്മൾ മലബാർ ഗോൾഡും ജോയൽക്കാസ് ഓപ്പോസിറ്റ് കണ്ടപ്പോൾ മലബാർ ഗോൾഡിൽ കയറിയെങ്കിലും അവർക്ക് സെക്കൻഡ് സ്റ്റാൻഡ് അടിക്കാനുള്ളൊരു ഇതില്ലേ. അപ്പം നമ്മൾ ജോയൽക്കാസിൽ പോയി. ഒറ്റ മൈൻഡ് എന്ന രീതിയിൽ ഞാനല്ല, എൻ്റെ റൂംമേറ്റ് ഭദ്ര സെക്കൻഡ് സ്റ്റാൻഡ് അടിച്ചു. അതിനാകെ 50 തരേ ഉള്ളൂ. അപ്പം നിങ്ങൾ അപ്പം അത്രേ ഉള്ളൂ, ബൈ. പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന കാരണം അവർ നമുക്കൊരു ചായയൊക്കെ തന്നു. എത്രയെന്ന് വെച്ചിട്ടാണ് നമ്മൾ വെറുതെ ഇരിക്കുന്നത്. പിന്നെ അതേ ശരിക്കും ഗോൾഡ് സൂക്ക് കാണണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് ഒരു വഴിയുണ്ട്. അതിൽ കൂടെ നടന്നു കഴിഞ്ഞ് 2 സൈഡിലും ഒരു ചെറിയ വഴിയാണ്. 2 സൈഡിലും ഇങ്ങനെ ജ്വല്ലറീസ് ഇങ്ങനെ കണ്ട കുറേ ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമല്ലേ. ഇതാണ് ശരിക്കും ഞാൻ കാണാൻ ആഗ്രഹിച്ചത്. അത് പക്ഷേ നന്നായിട്ട് നടക്കണമായിരുന്നു. ആൻഡ് ബൈ ദ എൻഡ് ആയപ്പോഴെങ്കിലും ഞങ്ങളും ഭയങ്കര ടയേർഡായിരുന്നു. അതുകൊണ്ട് തന്നെ അധികം ഒന്നും നടന്നില്ല. പക്ഷേ കാണാൻ പറ്റിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇങ്ങനെ കുറേ റീലിലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കാണണം എന്ന് ആഗ്രഹിച്ചൊരു സംഭവം കണ്ട. ഇതാണ് അതിൻ്റെ ഒരു എൻട്രൻസ് ഒക്കെ. അതിൻ്റെ ഉള്ളിലും കുറേ ഷോപ്സ് അങ്ങനെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേറൊരു ഡേറ്റ്സ് നട്ട്സ് ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പിൽ കയറിയായിരുന്നു. അവിടെ നിന്നും എല്ലാ സാധനങ്ങളും ടേസ്റ്റ് ചെയ്ത് ഇനി ചെറിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് ഞങ്ങൾ മടങ്ങി. അപ്പം ഇത്രയാണ് ഞങ്ങളുടെ ഒരു ഡേ ഔട്ട്, ഗേൾസ് ഡേ ഔട്ട് ഓർ റൂമീസ് ഡേ ഔട്ട്. ഞങ്ങൾ തിരിച്ചു പോയതും വന്നതൊക്കെ മെട്രോയിൽ തന്നെയായിരുന്നു. പക്ഷേ തിരിച്ചു വരാൻ നേരം ഫുൾ ടൈം നിൽക്കേണ്ടി വന്നു, നല്ല തിരക്കായിരുന്നു. അങ്ങനെ ബുർജ് ഖലീഫയോട് ടാറ്റ പറഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് പോയി. ബൈ ബൈ.